ഞാൻ പ്രിപ്പറേഷനാണോ വന്നിരിക്കുന്നത്. വെജ് ഹക്ക നൂഡിൽസ് ചിങ്സിൻ്റെ വാങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലിപ്പോൾ ഒരു 4 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഞാൻ ആ നൂഡിൽസ് ഇടും, അപ്പോൾ കാണിക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ വെള്ളം നല്ലപോലെ തിളച്ചു. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തിട്ട് ഈ നൂഡിൽസിൻ്റെ പീസസ് ഇങ്ങനെ ഇടുകയാണ്. മുഴുവൻ അതിൻ്റെ പാക്കറ്റിൽ നിന്ന് പൊളിച്ചത് ഓഫ് ചെയ്ത ഉടനെ ഞാനിത് അടച്ചു വയ്ക്കുന്നു. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് അപ്പോൾ ഇപ്പം ഞാൻ നൂഡിൽസൊക്കെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി ഇതിനിതങ്ങനെ എല്ലാം ഒറ്റയായിട്ട് വരണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് എന്തൊക്കെയാ അറിയോ? ഇത് ക്യാരറ്റ് സ്ലൈസ് ചെയ്തത് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിരിക്കുകയാണ്. ക്യാരറ്റ്, ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ഇതെല്ലാം ഇങ്ങനെ കണ്ടോ ഇങ്ങനെയാണ്. ഇത് പച്ച, പിന്നെ ഈ ക്യാരറ്റ്, ഇതെല്ലാം ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. നന്നായി സ്ലൈസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഓണിയൻ കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി നന്നായി പൊടിയായി മുറിച്ചത്, 2 മുട്ട അത് അടിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിൽ ചേർക്കാം. ക്യാബേജ് ചേർക്കാം, ബീൻസ് ചേർക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ളതിന് എടുത്തിരിക്കുകയാണ്. പിന്നെ മഷ്റൂം ഇടാം. ഇതെല്ലാം വെജിറ്റബിൾസ് ഇടാം. അതിൻ്റെ കൂടെ തന്നെ എത്ര മുട്ട വേണ്ടത് ചേർക്കാം. പിന്നെ 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ വേണം. അത് ഇടുമ്പോൾ കാണിക്കാം ഞാൻ. അപ്പോൾ ഇനി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വൈഡായിട്ടുള്ളൊരു പാൻ വെക്കണം, എന്നാലേ അത് ഇളക്കാൻ നല്ല എളുപ്പം വരുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാൻ പോകണം. എന്ത് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ചിലർ നല്ലെണ്ണ ഒഴിക്കണതാണ്, പക്ഷെ ഞാൻ ഇതിൽ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി ചൂടാവട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഈ മുട്ട ഒന്ന് കൊത്തിപ്പൊരിക്കാൻ പോവാണ്. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായി ഒന്ന് കൊത്തിപ്പൊരിക്കട്ടെ. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് പെപ്പർ ഇടുകയാണ്. ഇപ്പോൾ എൻ്റെ മുട്ടയായി. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചത് ഇടുകയാണ്. വെളുത്തുള്ളി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചോപ്പ് ചെയ്തു. ഇത് നല്ല മണം വരട്ടെ. പിന്നെ വലിയ ഉള്ളി അത് നന്നായി സ്ലൈസ് ചെയ്യണം. അത് ആഡ് ചെയ്യണേ. പക്ഷേ ഇതൊന്നും ഒരുപാട് കുക്കാവരുത് കേട്ടോ. ഒന്ന് കുറച്ച് കടിക്കണ പാകത്തിലായിരിക്കണം. അപ്പോഴാണ് നന്നായിരിക്കുക. ഇനി ഞാൻ എല്ലാ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാൻ പോകണം. വെജിറ്റബിൾസൊക്കെ ആയി. ഇതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. വെജിറ്റബിൾസിലേക്ക് പിടിക്കാനുള്ളത് മാത്രം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ ഉടനെ ഈ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചില്ലി സോസ്. അത് സോയാ സോസ്, ഇത് ചില്ലി സോസ്. ഇനി ഉടനെ തന്നെ ഞാൻ എൻ്റെ ഈ നൂഡിൽസ് ആഡ് ചെയ്യാൻ പോവാണ്. നോക്കോളൂ. ഇത് ഇളക്കുമ്പോൾ ശരിക്ക് നല്ല 2 കയ്യിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഇളക്കാൻ. എന്നാലേ അത് മിക്സ് ആവുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഒന്ന് എടുത്ത് കുടഞ്ഞ് ഇടണം. ഇപ്പോൾ എല്ലാം നല്ലോണം മിക്സായി. ഇനി ഞാൻ എൻ്റെ മുട്ടയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി നൂഡിൽസ് റെഡിയായി. ലാസ്റ്റായിട്ടാണ് ഞാൻ എന്താ ആഡ് ചെയ്യാൻ പോകണറിയോ? കുറച്ച് പെപ്പർ ഇതിൻ്റെ മുകളിലേക്ക് വിതറി.
പെപ്പർ പൗഡർ, നിറച്ചൊരു ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യും. ഇപ്പോൾ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ടേസ്റ്റി ഹക്ക നൂഡിൽസ് റെഡി. ഇതിൽ ഷേസ്വാൻ സോസ് ഒഴിച്ചാൽ ഷേസ്വാൻ നൂഡിൽസ് ആവും. അത് കുറച്ച് സ്പൈസി ആയിരിക്കും. എനിക്കിവിടെ സ്പൈസി ആയിട്ട് കഴിക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പെപ്പർ പൗഡറാണ് ഇതിൻ്റെ എരിവ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഇതിനെ എൻ്റെ പാനിലേക്ക് ആക്കിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ ടേസ്റ്റി ഹക്ക നൂഡിൽസ് റെഡിയായി. ഇതിൽ നമുക്ക് സോസ് ഒഴിച്ചിട്ടോ ചില്ലി സോസോ അല്ലെങ്കിൽ വിനീഗർ ചില്ലിയിലിട്ടിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഗമോ, ഭയങ്കര ടേസ്റ്റാട്ടോ. ഇതിനൊന്നും വേണ്ട. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഒഴിച്ച് കഴിക്കുക. അതിന് വെറുതെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. മുട്ട ആഡ് ചെയ്യണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട. പക്ഷെ മുട്ട ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു പ്രോട്ടീൻ കൂടി ഉണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മഷ്റൂം ആഡ് ചെയ്യാൻ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ബീൻസ് ആഡ് ചെയ്യാം, ക്യാബേജ് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.